സംസ്ഥാനത്ത് പവർ കട്ട് തുടരുമെന്ന സൂചന നൽകി വൈദ്യുതി മന്ത്രി. എന്നാൽ ഈ പ്രതിസന്ധി ഏത് രീതിയിൽ പരിഹരിക്കുമെന്ന് വ്യക്തമാക്കാൻ മന്ത്രിക്ക് കഴിയുന്നില്ല. സംസ്ഥാനത്ത് മഴ മാറിയിട്ട് ഒരാഴ്ച മാത്രമാണ് ആയത്. എന്നാൽ മഴയില്ലാത്തതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം കഠിനമായ വേനൽക്കാലത്ത് പോലും സംസ്ഥാനത്ത് പവർ കട്ട് ഏർപ്പെടുത്താതിരുന്ന LDF സർക്കാരിന്റെ മുൻകാല നടപടികളും ഇതോടെ ചർച്ചയാവുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമായിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് പവർ കട്ട് തുടരാൻ സർക്കാർ തീരുമാനിക്കുന്നത്. മഴ ലഭിക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നു എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയാണ് അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഉണ്ടായത്. എന്നാൽ ഇത് എത്ര സമയത്തേക്കാണെന്ന് കൃത്യമായി ജനങ്ങളോട് പറയാൻ പോലും KSEB തയ്യാറാകുന്നില്ല. ഈ കടുത്ത പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും നിയന്ത്രണങ്ങളെ ന്യായീകരിക്കുകയാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പവർ കട്ട് എന്ന് അവസാനിക്കുമെന്നോ പ്രതിസന്ധിക്ക് ഏത് രീതിയിൽ പരിഹാരം കാണുമെന്നോ പറയാൻ മന്ത്രിക്കോ വകുപ്പിനോ കഴിയുന്നില്ല. രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഈ പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്നതാണ്. അത് പരിഹരിക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എയർ കണ്ടീഷൻ ഇടുമ്പോൾ അത് 27 ഡിഗ്രി സെൽഷ്യസിൽ താഴരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു 25 ഡിഗ്രി ആയിട്ടെങ്കിലും നമ്മുടെ AC ഫിറ്റ് ചെയ്യണം. 2 ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രി കാലങ്ങളിൽ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് കൂടുതലായിട്ടുള്ള പ്രയാസം വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരുന്നത്. അതിരൂക്ഷമായ വേനലിന്റെ സമയത്ത് പോലും മുൻ LDF സർക്കാർ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നില്ല. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ LPG ക്ഷാമം നേരിട്ട ഘട്ടത്തിൽ ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം വൻതോതിൽ കൂടുകയും വേനൽ കടുക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഇതിനു മുമ്പ് കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നത്. അതുപോലും കേവലം 15 മിനിറ്റ് മാത്രമായിരുന്നു നിയന്ത്രണം. അതാകട്ടെ വെറും 3 ദിവസത്തേക്ക് മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് പറയാൻ പോലും സാധിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.